ഗായ്സ്, ഇന്ന് നമുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടിയ മീൻ എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ആണ് ഇന്നത്തെ നമ്മുടെ മെയ് 1 ടൈം പാസ് കേട്ടോ. മതി. നല്ല പച്ച മുരശ കേട്ടോ. സ്റ്റോറിൽ ചെന്നപ്പോഴേ വലക്കാർ കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മുരശ് നമുക്ക് കിട്ടി കേട്ടോ. പിടയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ, നല്ല പച്ചയാണേ. ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ മുരശെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വാഴയിലോട്ട് നമുക്ക് മുരശിനെ ഒന്ന് നിരത്തി വെച്ചാലോ. വാവ് ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ കോലായും മുരശ്, ഞങ്ങൾ മുരശെന്നാണ് പറയുന്നത്. കായലിൽ നല്ല അടിപൊളി മുരശ് നമുക്ക് ഓരോന്നും വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നല്ല വലിയ മുരശുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് തല കളയാവേ. ഫസ്റ്റിലെ തല കളഞ്ഞു. സൈഡിലത്തെ ഈ 2 ചെകിളകൾ അപ്പുറത്തെ ഇപ്പുറത്തെയും അത് കളഞ്ഞു. ഇനി നമുക്ക് കുടൽ കളയാം. സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നടക്കുന്ന കുടൽ കളയുക. അങ്ങനെതാ ഇതെല്ലാം കളഞ്ഞു. പിന്നെ പൊട്ടത് ഇവിടുത്തെ ഈ ഒരു ഇത് കളഞ്ഞു. പിന്നെ ചെതുമ്പൽ അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. നീങ്ങിയിരിക്കുന്നത് ആ കാലട്ടൊക്കെ ഇത് വെയിലടിക്കുന്നു. സൈഡിലത്തെയും കളഞ്ഞു. വാല് വെട്ടി നമ്മൾ കോല കട്ട് ചെയ്തു. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ അടുത്ത കോല. നല്ല മുഴുത്തൊരു കോല. ഇത് ചുണ്ട് വേണ്ടോ. ഇത് വറുത്ത് കഴിഞ്ഞാലും തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇനി മാങ്ങ ഇട്ട് വെച്ചാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാണ് നമ്മളതേ തല കട്ട് ചെയ്യുവാണേ. തല കട്ട് ചെയ്തു. സൈഡിലത്തെ ഈ ചെകിളയല്ല ഈ ഒരു സംഭവം, അത് കളഞ്ഞു. നടക്കുന്നത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വയറിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഒട്ടും വെട്ടിക്കളയത്തില്ലേ. ഇത് ഇങ്ങനെ അങ്ങോട്ട് കീറിയിട്ട് ഇതിനകത്തുനിന്ന് നല്ല നെയ്യുണ്ട്. എന്താ കുടലും ഇതും കൂടെ ഇങ്ങനെ മാറ്റി. പിന്നെ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് കളറുണ്ട്, ഉളുമ്പാണേ. നമ്മൾ കുറേയെല്ലാം തേക്കണം. ഇത് ചട്ടിയിലിട്ട് ഉപ്പിട്ട് തേക്കണമല്ലോ. ഇപ്പോൾ പോവും. പിന്നെ പോയിട്ട് ഈ 2 സൈഡിലത്തെ ഇത് കളയുന്നു. ചേതുമ്പൽ കളയുന്നു. പച്ച മീൻ പിടിച്ച് വെട്ടുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. വാല് കളഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ മുരശും വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഈ മീൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കായലിലെ മുരശ കടൽ മുരശിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കായൽ മുരശിനാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഏത് മുരശിനാണ് ടേസ്റ്റ് കൂടുതൽ, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാം ഞാനൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓലാതെ വരഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് വറുക്കാൻ സിമ്പിൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യാം. അത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിലവർക്ക് ചോറുണ്ണാൻ വേണ്ടി മീൻ ഫ്രൈ വേണമെന്ന് നിർബന്ധമുണ്ട്. എനിക്കങ്ങനെയൊന്നുമില്ല. കറി വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്ക് കൊളസ്ട്രോളൊക്കെ വരുവേ. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് വേണ്ടി മാത്രമേ ഉള്ളൂ വറുക്കാറുള്ളൂ. അല്ല, ചേട്ടനുള്ളപ്പോൾ മാത്രമേ വറുക്കാറുള്ളൂ. പിന്നെ വറുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുരശ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. ഇങ്ങനെയുള്ള ടേസ്റ്റ് ഒന്ന് നോക്കാവേ. ചൂടോടെ നല്ല വറുത്ത മുരശ് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എങ്ങനെ മോശമായിരിക്കും. വേമ്പനാട്ട് കായലിൽ നിന്ന് പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലോട്ട് വന്ന മുരശില്ലേ. അപ്പോൾ അടുത്ത മുരശ് തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ താമസിക്കാൻ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.